F-16 വിമാനങ്ങൾ ഉക്രൈൻ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് എപ്പോഴാണോ സെലൻസ്കി പത്രസമ്മേളനം വിളിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയത് അപ്പോൾ മുതൽ ഈ F-16 ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചു. റഷ്യ ഒരു ഭാഗത്ത് F-16 ആക്രമിച്ചു എന്ന് പറഞ്ഞു, മറ്റൊരു ഭാഗത്ത് ഉക്രൈൻ ഇല്ല, F-16 അങ്ങനെ തകർന്നിട്ടില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് അമേരിക്ക, പെന്റഗൺ ഇവർ പറഞ്ഞത് ഇല്ല, ഉക്രൈനിൽ വെച്ച് ഒരു F-16 ക്രാഷായി. ഇങ്ങനെ F-16 ചുറ്റിപ്പറ്റി ഒരു 4-5 ദിവസമായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി സ്ഥിരീകരിച്ച ഒരു വിവരം, F-16 ഓപ്പറേറ്റ് ചെയ്യാനായി ട്രെയിൻ ചെയ്ത ആ മൂൺഫിഷ് എന്ന പൈലറ്റ് ഒരു ക്രാഷിൽ മരിച്ചു. ഇതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും ഉക്രൈൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അന്തിമ ചടങ്ങുകളെല്ലാം അവസാനിച്ചു. ഈ ഒരു ക്രാഷിൽ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞതല്ലാതെ ഏത് ക്രാഷിൽ മരിച്ചു, ഏത് വിമാനത്തിലുണ്ടായ ക്രാഷിൽ മരിച്ചുവെന്ന് ഒന്നും തന്നെ പുറത്ത് പറഞ്ഞിട്ടില്ല. ഉക്രൈൻ എയർഫോഴ്സ് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉക്രൈന്റെ പ്രധാനപ്പെട്ട ഒരു അവർ ഇത്രയും കാലം അവരുടെ സൈന്യത്തെക്കുറിച്ചൊക്കെ വളരെ സ്ട്രോങ് ആയി കമന്റ് ചെയ്യുന്ന, ഉക്രൈൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു. ഉക്രൈന്റെ F-16 ആക്രമിച്ചത് ഉക്രൈൻ തന്നെയാണ്. ഉക്രൈന്റെ ഒരു മിസ്കാൽക്കുലേഷൻ കാരണം, ഒരു തെറ്റായ കണക്കുകൂട്ടൽ കാരണം F-16 ഉക്രൈന്റെ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ തകർത്തു എന്ന് ഒരു വലിയ ബോംബ് തന്നെ എറിഞ്ഞു. ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം എല്ലാ പാശ്ചാത്യ മാധ്യമങ്ങളും ഉക്രൈനെ വിമർശിക്കാൻ തുടങ്ങി. പാട്രിയോട്ടിനെയും F-16 സംയോജിപ്പിച്ച് ഉക്രൈന് ഉപയോഗിക്കാൻ അറിയില്ല. ഇനി മുതൽ വെസ്റ്റേൺ കൺട്രീസ് ഉക്രൈന് F-16 നൽകുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. മരിയാന ബെസുള്ള ഇവർ ഉക്രൈന്റെ പീപ്പിൾസ് ഡെപ്യൂട്ടി, ഒരു പ്രധാനപ്പെട്ട ആണ്. ഇവർ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ഇവരെ കുറിച്ച് നമ്മുടെ ചാനൽ ഇതിനു മുൻപും സംസാരിച്ചിട്ടുണ്ട്. ഉക്രൈന്റെ പഴയ കമാൻഡറായ സെലൻസ്കിയെ മാറ്റി പുതിയൊരു കമാൻഡറെ കൊണ്ടുവന്നു. ഇങ്ങനെ വന്ന പുതിയ കമാൻഡറിനെ ഒരുപാട് വിമർശനങ്ങൾക്കിരയാക്കുകയും പഴയ കമാൻഡറേക്കാൾ ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഉക്രൈൻ ഒരുപാട് ഭൂമി നഷ്ടമായത്. ഇങ്ങനെ ഒരു വലിയ വാർത്ത ഉക്രൈൻ ഗവൺമെന്റിനെതിരെ, അല്ലെങ്കിൽ ഒരു വലിയ വിഷയം ഉക്രൈനെതിരെ സംസാരിച്ചു. അക്കാര്യം പറഞ്ഞത് ഇവർ തന്നെയാണ്. ഇപ്പോ ഇവരെ കുറിച്ച് പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഈ F-16 തകർന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളും 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വലിയ ആമുഖമൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഉക്രൈനുള്ളിൽ റഷ്യ ഒരു ആക്രമണം നടത്തുകയും ഈ ആക്രമണത്തിലൂടെ F-16 കേടുപാട് വരുത്തുകയും ചെയ്തു എന്ന് റഷ്യ പറഞ്ഞു. പക്ഷെ ഉക്രൈൻ പറഞ്ഞത് ഇല്ല, അങ്ങനെ തകർത്തിട്ടൊന്നും ഇല്ല, ഞങ്ങളുടെ F-16 റഷ്യയുടെ മിസൈൽ സ്ട്രൈക്കിന് എതിരെ ഞങ്ങൾ ഉപയോഗിച്ചുവെന്ന് ഉക്രൈന്റെ സെലൻസ്കി ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. അതിനുശേഷം അമേരിക്കയുടെ വാൾ സ്ട്രീറ്റ് ജേർണൽ ഉക്രൈൻ ഒരു F-16 നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു. ഇതെല്ലാം സംഭവിച്ച് അവസാനിച്ചു. ഇപ്പോൾ ഈ ഒരു പുതിയ ഭൂകമ്പം എപ്പോൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഈ അവരുടെ ട്വിറ്റർ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ അവർ പറഞ്ഞത് ഉക്രൈൻ F-16 ശരിയായി ഉപയോഗിച്ചില്ല. ഉക്രൈൻ്റെ ഈ ഒരു ഫൈറ്റർ ജെറ്റ് ക്രാഷ് ആയതിന് യഥാർത്ഥ കാരണം റഷ്യയുടെ മിസൈൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ പൈലറ്റ് എററോ അല്ല. ഉക്രൈന് F-16 വിമാനങ്ങൾ നഷ്ടമായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉക്രൈൻ്റെ ഒരു തെറ്റായ കണക്കുകൂട്ടലായിരുന്നു. ഉക്രൈന്റെ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ബാറ്ററി ഇവർ ശരിയായി സിങ്ക്രണൈസ് ചെയ്തില്ല. ഈ പാട്രിയോട്ടിനെ F-16 സമന്വയിപ്പിച്ച് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഫ്രണ്ട്ലി ഫയർ വഴി നമ്മുടെ നാടിന്റെ വിമാനത്തിന് നേരെ നമ്മൾ തന്നെ ഒരു ആക്രമണം നടത്തി. അതിനാലാണ് F-16 നമുക്ക് നഷ്ടമായത് എന്നും പറഞ്ഞു. ഇവരുടെ ഒരു ട്വീറ്റിന് ശേഷം ഇതൊരു കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. ലോകത്തിലുള്ള പല മീഡിയാസും ഇതിന് വലിയ കാര്യമായി ചർച്ച ചെയ്തു. നിങ്ങൾ ഏത് ടോക്ക് മീഡിയാസ് എടുത്ത് നോക്കിയാലും അവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ പാട്രിയോട്ടിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ ആണോ അതിനെ വെടിവെച്ച് വീഴ്ത്തിയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ഓർ ഫോ സിസ്റ്റം മനസ്സിലാക്കണം. IFF എന്ന് പറയും, ഐഡന്റിഫിക്കേഷൻ ഫ്രണ്ട് ഓർ ഫോ. നമ്മുടെ നാട്ടിലെ വിമാനമാണോ അതോ ശത്രുനാടിന്റെ വിമാനം ഏതെങ്കിലും നമ്മുടെ വ്യോമാതിർത്തിക്കുള്ളിൽ വന്നോ എന്ന് മനസ്സിലാക്കണം. ഇത് എങ്ങനെ വർക്കാകുന്നു എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കിയാലേ ഇവിടെ പാട്രിയോട്ട് ഇത് ചെയ്തിരിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ IFF ഐഡന്റിഫിക്കേഷൻ ഫ്രണ്ട് ഓർ ഫോ, ഈ ഒരു പ്രോഗ്രാം വർക്കാകുന്നത് ഇങ്ങനെയാണ്. സാധാരണ നമ്മുടെ ഗ്രൗണ്ട് റേഡാർസ് എങ്ങനെയാണ് ഒരു യുദ്ധവിമാനം അകത്തേക്ക് വരുമ്പോൾ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നിന്നും ഒരു റഡാർ ആവൃത്തി അയക്കുകയും അത് തിരികെ പ്രതിധ്വനിക്കുന്നതിലൂടെ ആ വിമാനം ഏത് സ്ഥലത്താണ് ഉള്ളത്, എത്ര വേഗത്തിലാണ് വരുന്നത്, അതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ എത്രത്തോളമാണ് ഉള്ളത്, ഇതെല്ലാം വച്ച് അത് ഏതുതരം വിമാനമാണെന്ന് കണ്ടുപിടിക്കുകയും അതിനെതിരെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കും. ഇത് ആദ്യമായി ശത്രുരാജ്യം നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ ഇത് ശരിയായി വരും. എന്നാൽ ആക്റ്റീവായി ഒരു സ്ഥലത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് നമ്മുടെ വ്യോമസേനയിലുള്ള വിമാനങ്ങളും ഉണ്ടാകും, ശത്രുരാജ്യങ്ങളുടെ വിമാനങ്ങളും അകത്തേക്ക് വന്ന് ആക്രമിക്കുന്നുണ്ടാകും. ആ ഒരു സമയം എങ്ങനെയാണ് കൃത്യതയോടുകൂടി
ശത്രുരാജ്യത്തിന്റെ വിമാനങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ സാധിക്കുക? ഒരു വിഷ്വൽ റേഞ്ചിലാണെങ്കിൽ, ദൃശ്യപരിധിക്കുള്ളിലാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇത് നമ്മുടേതാണ് അവരുടേതാണ് എന്ന്. അത് വെച്ച് മിസൈൽ അയക്കാനും പറ്റും. എന്നാൽ ഈ ദൃശ്യപരിധിക്ക് അപ്പുറം, നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറം പറക്കുന്ന ഫൈറ്റർ ജെറ്റ്സിനെ നമ്മളെ കൊണ്ട് വിഷ്വലി കൺഫേം ചെയ്യാൻ സാധിക്കില്ല. ഇതിനായി ഒരു മെക്കാനിസം ഉണ്ടാക്കുന്നു. ഇതിന്റെ പേരാണ് IFF. ഈ സിസ്റ്റം എങ്ങനെ വർക്കാകുന്നു എന്നുള്ളത് ഇപ്പോൾ പറയാം. സാധാരണ ഗ്രൗണ്ടിൽ റഡാർ സ്റ്റേഷൻ ഉണ്ടാകും. അതിൽ PSR എന്ന് പറയുന്ന പ്രൈമറി സെർച്ചിങ് റഡാർ ഉണ്ടാകും. അതുമായി SSR സെക്കൻഡറി സെർച്ചിങ് റഡാർ എന്ന മറ്റൊരു റഡാറിനെയും ഇതുമായി ചേർത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. ഈ റഡാർസ് എങ്ങനെ പ്രവർത്തിക്കും എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ റഡാറിന്റെ, ഈ പ്രൈമറി റഡാറിന്റെ ആവൃത്തികൾ ഒരു വിമാനത്തെ കണ്ടുപിടിക്കാൻ പോവുകയും ആ വിമാനത്തിലേക്ക് തട്ടി അത് പ്രതിധ്വനിക്കുകയും അത് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് വരികയും ചെയ്യും. അതിനെ പ്രോസസ് ചെയ്ത് അത് ഏത് വിമാനമാണ്, എങ്ങനെ വർക്കാകും എന്നുള്ളത് ആ ഡേറ്റ് അവർ പ്രോസസ് ചെയ്യും. ഇത് ചെയ്യുന്നത് പ്രൈമറി റഡാർ ആണ്. ഇനി രണ്ടാമതുള്ള സെക്കൻഡറി സെർച്ചിങ് റഡാർ ചെയ്യുന്നത്, ഇപ്പോൾ ഉക്രൈന്റെ F-16 അകത്തേക്ക് വരുന്നു എന്ന് കരുതുക. അതിൽ ഉക്രൈന്റെ വ്യോമസേനയ്ക്കായി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ഒരു ട്രാൻസ്പോണ്ടർ ആ വിമാനത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ഇത് F-16 എന്നല്ല, ഏത് വിമാനം എടുത്താലും അതിന്റെ ജോലി, ഈ ട്രാൻസ്പോണ്ടറിന്റെ ജോലി ഈ സെക്കൻഡറി സെർച്ചിങ് റഡാറിൽ നിന്നും വരുന്ന ഒരു പ്രത്യേക റഡാർ ആവൃത്തിയുടെ സിഗ്നൽസ് വാങ്ങി അതിനെ തിരികെ പ്രോസസ് ചെയ്ത് വീണ്ടും ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് എമിറ്റ് ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ റഡാർ എന്നത് ഏത് വിമാനമാണെന്ന് കണ്ടുപിടിക്കും. എത്ര ദൂരത്തിൽ വരുന്നു, എങ്ങനെ വരുന്നു എന്ന് കണ്ടുപിടിക്കാനാണ്. അതിന്റെ റഡാർ ആവർത്തികളെ അയക്കുകയും അത് തിരികെ വാങ്ങുകയും ചെയ്യുന്ന അതേ സമയത്ത് ഈ സെക്കൻഡറി റഡാറും ഇതുപോലെ ഒരു സിഗ്നൽ അയച്ച് ആ ഒരു വിമാനവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇനി അങ്ങനെ അകത്തേക്ക് വരുന്നത് അവരുടെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ, സ്വന്തം നാടിന്റെ വിമാനമാണെങ്കിൽ, ഈ സിഗ്നൽ വാങ്ങി അതെ ഇത് ഞാൻ തന്നെയാണ്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആണ് എന്ന് അവിടെ നിന്നും ഒരു കൺഫർമേഷൻ സിഗ്നൽ വരും. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഡീകോഡ് ചെയ്ത് തിരികെ അയച്ചതിന് ശേഷം ഗ്രൗണ്ട് സ്റ്റേഷനിൽ ആ റഡാർ ഡിസ്പ്ലേയിൽ ഇത് നമ്മുടെ വിമാനമാണ്, ആ വിമാനത്തിന്റെ പേരെന്താണ്, ആ വിമാനം ഏത് കാറ്റഗറി, ഏത് സ്ഥലത്ത് വരുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ റഡാർ ക്രൂവിന് നൽകും. ഈ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഫ്രണ്ട് ഓർ ഫോ എന്ന മെക്കാനിസം പ്രവർത്തിക്കുന്നത്. കാരണം അകത്തേക്ക് വരുന്നത് നമ്മുടെ വിമാനമാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിലൊരു മിസൈൽ അയച്ച് ആക്രമിക്കാൻ സാധിക്കൂ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്തിന്? റഷ്യയുടെ ഒരു A-50 ആക്രമിച്ചത് പോലും റഷ്യ ഫ്രണ്ട്ലി ഫയർ വഴിയാണ്. ക്രീമിയയുടെ കടലിന് മുകളിൽ അവരുടെ വിമാനത്തെ അവർ തന്നെ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ നാടിന്റെ വ്യോമസേനയിലും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുപോലൊരു സംഭവമാണ് ഉക്രൈനിൽ നടന്നു എന്നും പറയുന്നത്. റഷ്യയുടെ ഒരു വലിയ മിസൈൽ ആക്രമണം ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉക്രൈന്റെ വിമാനങ്ങൾ, F-16 വിമാനങ്ങൾ സ്ക്രാമ്പിൾ ആവുകയും റഷ്യയുടെ മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി ഈ വിമാനങ്ങളെ അയക്കുമ്പോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് അവസാനിച്ച് തിരികെ വരുന്ന സമയത്ത് ഒരു മിസ്കാൽക്കുലേഷൻ സംഭവിച്ചു. അതിന് ഈ ഒരു ഫ്രണ്ട് ഓർ ഫോ പ്രോഗ്രാം അവിടെ ഫെയിൽ ആയതായും പറയുന്നു. ആ ട്രാൻസ്പോണ്ടറിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം അകത്തേക്ക് വന്നത് ഒരു പക്ഷേ റഷ്യയുടെ എയർക്രാഫ്റ്റ് ആണ് എന്ന് ചിന്തിച്ച് ആ എയർക്രാഫ്റ്റ് ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ അകത്തേക്ക് വന്ന F-16 ഫൈറ്റർ ജെറ്റിനെ ഉക്രൈന്റെ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ വെടിവെച്ച് വീഴ്ത്തിയതായും ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നതിന് ശേഷം ഇത് വളരെ വേഗത്തിൽ വൈറലാകുന്നു. സാധാരണ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഉക്രൈനിലെ മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള വ്യക്തികൾ ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിലും ഇത് ഇത്രത്തോളം ഒന്നും ലോകമെമ്പാടും ചർച്ച ചെയ്യില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് ചില റിപ്പോർട്ടേഴ്സ്, മാധ്യമപ്രവർത്തകർ പെന്റഗണിന്റെ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഉക്രൈന്റെ പാട്രിയോട്ട് തന്നെയാണോ F-16 നശിപ്പിച്ചത് എന്ന്. ഇതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഉക്രൈന്റെ F-16 ക്രാഷ് ആയി എന്ന് ഞങ്ങൾക്കൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം ഞങ്ങൾ ഉക്രൈനോട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉക്രൈൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള അടുത്ത ഘട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ സത്യത്തിൽ F-16 എങ്ങനെ ക്രാഷ് ആയി എന്നുള്ളത് ആ ഒരു സത്യം അറിയാൻ കഴിയും. ഇപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് അദ്ദേഹവും അതിനൊരു ശരിയായി മറുപടി നൽകാൻ വിസമ്മതിച്ചു. ഇപ്പോൾ ലോകമെമ്പാടും ഇതൊരു വലിയ പ്രശ്നമായി മാറി. പെന്റഗൺ ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന രീതിയിൽ ഈ ഒരു പ്രശ്നം അത്രത്തോളം വലുതായി. വെസ്റ്റേൺ മീഡിയാസ് പലരും ഇപ്പോൾ പറയുന്നത് പാട്രിയോട്ട് തന്നെയായിരിക്കും ഇത് ചെയ്യാൻ സാധ്യത. ഇതിനാൽ പാട്രിയോട്ട് സിസ്റ്റംസ് നൽകുന്നതിന് മുൻപ് ഉക്രൈന് പ്രോപ്പറായി ട്രെയിനിങ് നൽകുക, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് പാട്രിയോട്ടിന്റെ ആ ഒരു മൂവ്മെന്റ്സിനെ, അതായത് ഉക്രൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പാട്രിയോട്ടിന്റെ മൂവ്മെന്റ്സിനെ സ്റ്റോപ്പ് ചെയ്യുക എന്ന് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഉക്രൈന് ഇതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന അതേസമയം ഉക്രൈൻ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഉക്രൈൻ്റെ എയർഫോഴ്സ് ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ റിജക്ട് ചെയ്തു. എന്നാൽ ഉക്രൈന്റെ പൈലറ്റായ ഈ മൂൺഫിഷ് ഉക്രൈൻ ടെറിട്ടറിയെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഉക്രൈന് വേണ്ടി ഒരു വലിയ ത്യാഗം ചെയ്തു. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഫൈറ്റർ ജെറ്റ് ഉക്രൈനുള്ളിൽ ക്രാഷ് ആയതുവഴി അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അഗാധമായ അനുശോചനം അറിയിക്കുന്നുവെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. ഉക്രൈനിൽ വെച്ച് അദ്ദേഹത്തിന്റെ അവസാന ചടങ്ങുകളും നടന്നവസാനിച്ചു. ഈ പൈലറ്റ് മരിച്ചു എന്നുള്ളത് ഉക്രൈൻ സ്ഥിരീകരിച്ചു. ഇനി അവർ പറയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, ഇദ്ദേഹം F-16 വിമാനത്തെയാണോ ഓപ്പറേറ്റ് ചെയ്തത്?
F-16 ആ സ്ഥലത്ത് ക്രാഷായി, അത് എങ്ങനെ ക്രാഷായി, ഇതെല്ലാം ഉക്രൈൻ തീർച്ചയായും പറയണം. അവർ അത് ചെയ്യുമോ എന്ന് നോക്കിയാൽ ഒരു പക്ഷേ ഹൈപ്പോത്തറ്റിക്കലി റഷ്യയുടെ മിസൈൽ ആക്രമണം വഴി സംഭവിച്ചാലും അല്ലെങ്കിൽ ഉക്രൈൻ്റെ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ബാറ്ററി തന്നെ F-16 ആക്രമിച്ചാലും അതവർ പുറത്ത് പറയില്ല. കാരണം ഇതിൽ ഒരുപാട് പ്രായോഗികമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇനി ഇത് സത്യത്തിൽ പാട്രിയോട്ട് കാരണം സംഭവിച്ചതാണെങ്കിൽ പുറത്തു നോക്കുമ്പോൾ അവർ പല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. മറ്റു പല നാടുകൾ അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റ് ഉക്രൈന് കൊടുക്കുന്ന സമയം അവരൊരല്പസമയം ആലോചിക്കും, ഒന്ന് മടിക്കും. കൂടാതെ ഇതിനിടയിൽ പല പ്രശ്നങ്ങളും ചേർന്ന് വരും. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ പല നാടിന്റെയും ഫോറിൻ മിനിസ്റ്റർ ഉക്രൈന് ഒരു ഗ്രീൻ സിഗ്നൽ നൽകാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രധാനമായും ഹംഗേരിയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, റഷ്യയുടെ ടെറിറ്ററിക്കുള്ളിൽ നിങ്ങൾ എപ്പോഴാണോ ഉക്രൈനെ വെസ്റ്റേൺ മെയ്ഡ് വെപ്പൺസ് ഉപയോഗിച്ച് ആക്രമിക്കാനായി ഒരു ഗ്രീൻ സിഗ്നൽ നൽകുന്നത്, അന്ന് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള ഒരു കാരണമായി നമ്മളെല്ലാം മാറുമെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് തീരുമാനം എടുക്കേണ്ടത് എന്നും പറഞ്ഞു. ഹംഗേരിയെ സംബന്ധിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കഴിയുന്നത്ര ഉക്രൈനെ ആക്രമിക്കാൻ അനുവദിക്കാതെ തടയുന്നുണ്ട്. റഷ്യയുമായും ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരു 6 ബില്യൺ യൂറോസ് ഉക്രൈനെ പെട്ടെന്ന് തന്നെ യൂറോപ്യൻ യൂണിയൻ വഴി നൽകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വം വഹിക്കുന്നത് ഹംഗേരിയാണ്. അവരുടെ ആ ഒരു പ്രഷർ കാരണം, അല്ലെങ്കിൽ അവർ ചില തടസ്സങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ 6 ബില്യൺ സഹായം ഉക്രൈന് നൽകിയിട്ടില്ല. ഇപ്പോഴും യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ ഉക്രൈനെതിരെ തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ പെർമിഷൻ ഇല്ലാതെ യൂറോപ്യൻ യൂണിയനെ കൊണ്ട് മൊത്തത്തിൽ ഏതൊരു സഹായവും നൽകാൻ കഴിയില്ല, ഉക്രൈൻ നൽകാൻ കഴിയില്ല. അതേസമയം യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങൾ ആ യൂണിയന്റെ സഹായമില്ലാതെ പേഴ്സണലി ഞങ്ങളുടെ രാജ്യത്തു നിന്നും ഒരു സഹായം നൽകാൻ കഴിയും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സഹായം നൽകാൻ സാധിക്കും. അപ്പോൾ ഈ പാട്രിയോട്ട് വഴി F-16 തകർന്നു എന്നുള്ള കാര്യം ലോകം മുഴുവനും ഒരു വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത് സത്യമാണെങ്കിൽ ഉക്രൈന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽസ് ഉപയോഗിക്കുന്നതിലും ഉക്രൈൻ്റെ F-16 ഉപയോഗിക്കുന്നതിലും ഇവ രണ്ടും സിങ്ക്രണൈസ് ചെയ്യുന്നതിലും ഒരുപാട് പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.